ഒരു A4 സൈസിലെ കൊളാഷ് ഫ്രെയിം റെഡിയാക്കുന്ന കണ്ടാലോ. ഇപ്പോൾ A4 സൈസ് ഫ്രെയിംസ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് വലിയ ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ കൊളാഷ് ഫ്രെയിമിൻ്റെ ഡിസൈൻ സജസ്റ്റ് ചെയ്തത് എൻ്റെ അടുത്ത് നിന്ന് ഈ ഫ്രെയിം ആദ്യമായിട്ട് വാങ്ങിയ കസ്റ്റമർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതേ ഡിസൈൻ ചോദിച്ചിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതൊരു റിപ്പറ്റേറ്റീവ് ഡിസൈൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പ്രിൻ്റ് റെഡിയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്നെയും പൂച്ചയെയുമാണ്. അങ്ങനെ നമ്മുടെ പ്രിൻ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഇനി ഫ്രെയിമിലേക്ക് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ ലോഗോ ആഡ് ചെയ്തു. കംപ്ലീറ്റ് ആയ ഫ്രെയിമിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാത്രിയാണ് വീഡിയോസ് എടുത്തത്, അതുകൊണ്ട് റൂമിലെ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും ഐ ഹോപ്പ് നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ കലാപരിപാടിയാണ്, വിച്ച് ഈസ് പാക്കിംഗ്. അങ്ങനെ പാക്കിങ്ങിനായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോം ബോർഡ്, ബബിൾ റാപ്പ്, ടേപ്പ് എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ ഫോം ബോർഡ് കറക്റ്റ് നമ്മുടെ ഗ്ലാസിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് അത് കറക്റ്റ് സെറ്റാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാ പിക്കപ്പിന് വേണ്ടി ഇപ്പോൾ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തേക്കിന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.